ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 7 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 3-4 ശ്ലോകങ്ങൾ പഠിച്ചു. 5-6 ശ്ലോകങ്ങൾ നമുക്കിന്ന് പഠിക്കാം. ഹരേ കൃഷ്ണ. ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ പുതിയ ക്ലാസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഹരേ കൃഷ്ണ. നമുക്കിന്ന് 5-ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. ശ്ലോകം 5. യസ്മിന്നാമ ചതുർഭുജ ഹരിമണി ശ്യാമാവദാദത്യുഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാഃ ഭക്തിപ്രാപ്ത തഥാവിദോന്നതപദാ ദിവ്യന്തി ദിവ്യാജനാഃ തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. ഹരേ കൃഷ്ണ. നമ്മൾ പദച്ഛേദം നോക്കാം ആദ്യം. യസ്മിൻ നാമ ചതുർഭുജ ഹരിമണി ശ്യാമാവദാദത്യുഷോ. ഹരിമണി ശ്യാമാവദാദത്യുഷോ ഒന്നിച്ച് ചൊല്ലണം. സമസ്ത പദമാണത്. അപ്പം അത് മുറിച്ച് ചൊല്ലാൻ പറ്റില്ല, ഒന്നിച്ച് ചൊല്ലണം. നാനാഭൂഷണ രത്ന ദീപിത ദിശോ, അതും ഒന്നിച്ച് തന്നെ വരണം. നാനാഭൂഷണ രത്ന ദീപിത ദിശോ രാജദ്വിമാനാലയ അല്ലെങ്കിൽ രാജദ്വിമാനാലയാഃ. 3-ാമത്തെ വരി ഭക്തിപ്രാപ്ത തഥാവിധ ഉന്നതപദ. വിധ ഉന്നത പദാണ്. അപ്പം വിധോന്നത പദാണ് വായിക്കുക. അതുപോലെ പദം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വായിക്കാൻ. ഭക്തിപ്രാപ്ത തഥാവിധ ഉന്നതപദ വായിക്കുമ്പോൾ ഒന്നിച്ച് വായിക്കണം. ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദ ദിവ്യന്തി ദിവ്യാജനാഃ തത് തേ ധാമ നിരസ്ത സർവശമലം ഒന്നിച്ച് വരണം. വൈകുണ്ഠരൂപം ജയേത്. ഇത്രയും പദങ്ങൾ നമുക്ക് അന്വയപ്രകാരം അർത്ഥം നോക്കാം. വൈകുണ്ഠത്തെ പറ്റിയാണ്, വൈകുണ്ഠത്തിൻ്റെ വർണ്ണനയാണ് ഇവിടെ പറയണത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വൈകുണ്ഠത്തിൽ മായ പ്രവർത്തിക്കില്ല എന്നൊക്കെ പഠിച്ചു. ഈ ശ്ലോകത്തിൽ യസ്മിൻ നാമ, യസ്മിൻ നാമ പറഞ്ഞാൽ ഏതൊരിടത്താണോ എന്നാണ് അർത്ഥം. ഏതൊരിടത്താണോ ഭക്തി പ്രാപ്ത തഥാവിധ ഉന്നതപദ, ഭക്തി കൊണ്ട് പ്രാപിക്കപ്പെട്ടതും, അതാണ് ഭക്തിപ്രാപ്ത. തഥാവിധ പറഞ്ഞ അപ്രകാരമുള്ളതുമായ ഉന്നതപദ, ഉന്നതപദത്തെ പ്രാപിച്ചവർ, ഭക്തി കൊണ്ട് പ്രാപിക്കപ്പെട്ടവർ, ഭക്തിയാൽ എത്തിച്ചേർന്നവർ എന്നർത്ഥം. അവിടെ ചതുർഭുജ, ഭക്തി കൊണ്ടാണ്, ഭക്തിയുള്ളവർക്കാണ് വൈകുണ്ഠത്തിൽ എത്താൻ പറ്റുള്ളൂ. ഭക്തി കൊണ്ട് ഉന്നത പദത്തിൽ അപ്രകാരം എത്തിയതായ ഉന്നത പദത്തിലെത്തിയ പ്രാപിച്ചവരും അവരൊക്കെ ചതുർഭുജ 4 കൈകളുള്ളവരും ഹരിമണി ശ്യാമാവദാദത്യുഷഃ. ഹരിമണി ശ്യാമാവദാദ ഇന്ദ്രനീലക്കല്ലുകൾക്ക് തുല്യം നിർമ്മലമായ കാന്തി ഉള്ളവരും. അതായത് വൈകുണ്ഠത്തിലെത്തിയാൽ ആരെത്തണോ അവരെല്ലാം ഭഗവാനെ പോലെ തന്നെ ആവും. അപ്പം ഇന്ദ്രനീലത്തിന് തുല്യം ഭഗവാന്റെ നിറമാണത്. അപ്പം അങ്ങനെ കാന്തി ഉള്ളവരും നാനാഭൂഷണ രത്ന ദീപിത ദിശഃ, അനേകം അലങ്കാരങ്ങളാൽ ഭൂഷണങ്ങൾ കൊണ്ട് രത്നങ്ങൾ കൊണ്ട് ദിക്കുകളെ ശോഭിപ്പിക്കുന്നവരായിട്ട്, അനേകം രത്നഭൂഷണാദികളെ കഴിഞ്ഞ് ദിക്കുകളെയൊക്കെ ശോഭിക്കുന്നവരായിട്ട് രാജദ്വിമാനാലയ പ്രകാശമാനായ വിമാനങ്ങളിൽ വസിക്കുന്നവരായി ദിവ്യാജന ദിവ്യന്മാരായ ജനങ്ങൾ ദിവ്യന്തി വിളങ്ങുന്നു അവിടെ. അതായത് വൈകുണ്ഠത്തിൽ വിളങ്ങുന്ന ആൾക്കാരുടെ പറയുന്നത്, അവിടെ വസിക്കുന്നവരെ പറ്റിയിട്ടാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നിരസ്ത സർവശമലം, എല്ലാ മാലിന്യങ്ങളും അകന്ന വൈകുണ്ഠരൂപം, ആ വൈകുണ്ഠരൂപമായ തേ തദ്ധാമ നിന്തിരുവടിയുടെ ആ സ്ഥാനം, അതായത് ആ വൈകുണ്ഠം ജയേത്, ഇങ്ങനെ ഉള്ളവർ വസിക്കുന്ന എല്ലാ മാലിന്യങ്ങളും അകന്ന ആ വൈകുണ്ഠം, അങ്ങയുടെ വൈകുണ്ഠം ജയിക്കട്ടെ ഭഗവാനെ എന്ന് പറയുന്നു. അപ്പം എവിടെയാണോ ഭക്തി കൊണ്ട് പ്രാപിച്ച് അപ്രകാരമുള്ള ഉന്നത പദങ്ങളിൽ എത്തിയിരിക്കുന്നവരായിട്ടും
4 കൈകളുള്ളവരും ഇന്ദ്രനീലത്തിന് തുല്യം നിർമ്മലമായ കാന്തിയുള്ളവരുമായിട്ട് അനേകം ഭൂഷണങ്ങൾ അലങ്കാരങ്ങളിലുള്ള രത്നങ്ങളുടെ പ്രകാശം കൊണ്ട് ദിക്കുകളൊക്കെ ശോഭിക്കുന്നവരായിട്ട് പ്രകാശമാനമായ വിമാനങ്ങളിൽ വസിക്കുന്നവരുമായ ദിവ്യന്മാർ വിളങ്ങുന്ന ആ എല്ലാ മാലിന്യങ്ങളും അകുന്ന ആ അങ്ങയുടെ ആ വൈകുണ്ഠപദം വിജയിക്കട്ടെ എന്ന് പറയുന്നു. അതായത് വിമാനം വൈകുണ്ഠത്തിൻ്റെ ശ്രേഷ്ഠതയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ദിവ്യജനങ്ങൾ ഭഗവാനെ പോലെ അവിടെ എത്തിയവർ ഭക്തജനങ്ങൾക്ക് മാത്രമേ എത്താൻ പറ്റുള്ളൂ. അവിടെ എത്തിയാലോ ആ ദിവ്യജനങ്ങളായി മാറും അവർ. ദിവ്യജനങ്ങൾ എങ്ങനെയാണ്? ഭഗവാനെ പോലെ തന്നെയാണ് അവർ. 4 ചതുർഭുജങ്ങൾ ഉള്ളവരും ഭഗവാനെ പോലെ ഇന്ദ്രനീലക്കല്ലിന് തുല്യമായ കാന്തിയുള്ളവരും പലതരത്തിലുള്ള ആഭരണങ്ങളൊക്കെ പതിച്ചിട്ടുള്ള രത്നങ്ങളുടെ പ്രകാശം കൊണ്ട് ദിക്കുകളേക്ക് ശോഭിപ്പിക്കുന്നവരുമായിട്ട് വലിയ വലിയ വിമാനങ്ങളെ ആലയമാക്കിയിട്ട് അവിടെ വസിക്കുന്നു അവർ. ആ വിമാനങ്ങളും അലങ്കാരങ്ങൾ കൊണ്ട് പ്രകാശിക്കുന്നതാണ് എന്നർത്ഥം. ഇവിടെ ഭഗവാന്റെ വൈകുണ്ഠത്തിൽ ദിവ്യജനങ്ങൾ ചതുർഭുജന്മാരാണ് എന്നൊക്കെ പറഞ്ഞു. മുക്തി 4 തരത്തിലുണ്ട്. അതാണ് ആ വൈകുണ്ഠത്തിലെത്തുന്നവരുടെ കാര്യമാണ് പറയണത്. 4 തരത്തിലുള്ള മുക്തി കിട്ടും നമുക്ക്. അത് സാലോക്യമുക്തി, സാമീപ്യമുക്തി, സാരൂപ്യമുക്തി, സായുജ്യമുക്തി. അങ്ങനെ 4 തരത്തിൽ മുക്തി പ്രാപിക്കാം നമുക്ക്. അപ്പോൾ ഉപാസ്യമൂർത്തിയുടെ, അതായത് നമ്മളിപ്പോൾ വിഷ്ണുവാണ് നമ്മുടെ ഉപാസ്യമൂർത്തി എന്ന് വെച്ചാൽ ആ വിഷ്ണുവിൻ്റെ ലോകത്തിൽ ഈ ജീവാത്മാവ് എത്തിച്ചേരുക, അവിടെ എത്തുക പറഞ്ഞാൽ അത് സാലോക്യാണ്. മൂർത്തിയുടെ അടുത്ത് കഴിയാൻ ഭാഗ്യം കിട്ടുന്നതാണ് സാമീപ്യമുക്തി. ഭഗവാന്റെ അടുത്ത് ഇരിക്കാൻ സാധിക്കുന്നത് സാമീപ്യമുക്തിയായി. അങ്ങനെ ആ മൂർത്തിയുടെ രൂപസാദൃശ്യം ഭഗവാനെ പോലെ നമ്മൾ ആവുക, അതാണ് സാരൂപ്യം, ഭഗവാന്റെ രൂപം കിട്ടുക. പിന്നെ അതൊന്നും അല്ലാണ്ട് അവസാനത്തെയാണ് സായുജ്യം. സായുജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മൂർത്തിയിൽ അങ്ങോട്ട് ലയിച്ച് ചേരുന്നതാണ് സായുജ്യമുക്തി. ഇങ്ങനെ 4 രൂപത്തിലുള്ള മുക്തി നമുക്ക് കിട്ടും. പക്ഷേ ഈ ശ്ലോകത്തിൽ വിവരിച്ചത് ഏത് മുക്തിയാണ്? സാരൂപ്യമുക്തിയാണ്. അതായത് ഭക്തജനങ്ങൾ ഭക്തി കൊണ്ട് ഭഗവാനെ ഉപാസിച്ചിട്ട് ഭഗവാന്റെ രൂപത്തിൽ തന്നെ ആ വൈകുണ്ഠത്തിൽ വസിക്കുന്നു. അതാണ് ദിവ്യജനങ്ങൾ വസിക്കുന്ന ആ വൈകുണ്ഠ ലോകം എല്ലാ മാലിന്യങ്ങളും അകന്നതാണ്. ഒരു മായയും അവിടെ പ്രവർത്തിക്കില്ല. അതായത് മാലിന്യം, ശമലം എന്ന പദത്തിന് കളങ്കം, ദോഷം, പാപം, ദുരിതം ഇതൊക്കെ അർത്ഥമുണ്ട്. ഇവയൊന്നും വൈകുണ്ഠത്തിലില്ല, മായയും പ്രവർത്തിക്കില്ല. അങ്ങനെയുള്ള വൈകുണ്ഠം ഗുരുവായൂരപ്പൻ്റെ ആസ്ഥാനമാണ്. ആ വൈകുണ്ഠ രൂപം ജയിക്കട്ടെ എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയണത്. ഹരേ കൃഷ്ണ. നമുക്ക് 6ാമത്തെ ശ്ലോകം, 7ാമത്തെ ദശകത്തിലെ 6ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. നാനാദിവ്യവധൂജനൈരഭിവൃതാ വിദ്യുല്ലതാ തുല്യയാ വിശ്വോന്മാദനഹൃദ്യഗാത്രലതയാ വിദ്യോദിതാ ശാന്തരാ ത്വത്പാദാംബുജസൗരഭൈകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവത്തത്തേ പദം ദേഹി മേ. ഹരേ കൃഷ്ണ. പദച്ഛേദം ആദ്യം നോക്കുമ്പോൾ നാനാ ദിവ്യ വധൂജനൈഹി അഭിവൃത, അത് ഒന്നിച്ചു ചൊല്ലേണ്ടാണ്. അപ്പം നാനാ ദിവ്യ വധൂജനൈരഭിവൃത എന്ന്. വിദ്യുല്ലത തുല്യയ വിശ്വ ഉന്മാദന ഹൃദ്യ ഗാത്രലതയ. അപ്പം ഒന്നിച്ച് ചെല്ലുമ്പോൾ വിശ്വോന്മാദന ഹൃദ്യഗാത്രലത. അത് ഒന്ന് പിരിച്ച് നമുക്ക് നോക്കുമ്പോൾ വിശ്വ ഉന്മാദന ഹൃദ്യ ഗാത്രലതയ. അതൊന്നിച്ച് വായിക്കുക. വിദ്യോദിത ശാന്തര ത്വത് പാദാംബുജ സൗരഭൈക കുതുകാലക്ഷ്മി. കുതുകാലക്ഷ്മി എന്നാണ് വാക്ക് വരിക. അപ്പം വായിക്കുമ്പോൾ സമസ്ത പദമാണ്, ഒന്നിച്ച് ലക്ഷ്മി വരെ വായിക്കണം. ത്വത്പാദാംബുജ സൗരഭൈക കുതുകാ ലക്ഷ്മി വരെ. പിന്നെ സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവ തത് തേ പദം ദേഹി മേ. ഇത്രയും പദങ്ങൾ. ഹരേ കൃഷ്ണ. നമുക്ക് അന്വയപ്രകാരം നോക്കുമ്പോൾ യസ്മിൻ എന്ന് പറഞ്ഞാൽ അറിയാം, ഏതൊരു ലോകത്ത് എവിടെയാണോ നാനാ ദിവ്യവധൂജനെ പല ദിവ്യവധൂജനങ്ങളാൽ ദിവ്യരായ സ്ത്രീകളാൽ അഭിവൃദ്ധ ചുറ്റപ്പെട്ടവളായി, ഒരുപാട് ദിവ്യവധൂജനങ്ങളാൽ ചുറ്റപ്പെടപ്പെട്ടവളായിട്ട്
വിദ്യുല്ലതാ തുല്യ, മിന്നൽ കൊടിക്ക് തുല്യമായിട്ട്, വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയ, വിശ്വത്തെ ഭ്രമിപ്പിക്കുന്ന ഉന്മാദപ്പെടുത്തുന്ന ഹൃദ്യമായ ഗാത്രലത, അതായത് ശരീരമാകുന്ന വള്ളി ഉള്ളവളായിട്ട്, വിദ്യോതിത ശാന്തര, പ്രകാശിക്കപ്പെട്ട ദിഗന്തരങ്ങളോടുകൂടി ചുറ്റുള്ള ദിക്കുകളെയെല്ലാം പ്രകാശിക്കപ്പെടുത്തിയിട്ട്, ലക്ഷ്മി മഹാലക്ഷ്മി, ആ ലക്ഷ്മി ദേവി, ത്വത്പാദാംബുജ സൗരഭൈക കുതുകാത്, അങ്ങയുടെ, ത്വത് പറഞ്ഞ അങ്ങയുടെ, പാദാംബുജം, പാദാംബുജം പറഞ്ഞാൽ അങ്ങയുടെ പാദങ്ങളിലെ താമര പോലുള്ള ആ പാദങ്ങളുടെ സൗരഭ്യത്താൽ പറഞ്ഞാൽ അതിൽ ആകൃഷ്ടയായിട്ട് മാത്രമുള്ള, അതുകൊണ്ട് മാത്രം, അങ്ങയുടെ പാദത്തിലുള്ള കൗതുകം കൊണ്ട് മാത്രം കാരണമായിട്ട് എന്നർത്ഥം. വിസ്മയനീയ ദിവ്യ വിഭവ, വിസ്മയമുണ്ടാക്കുന്ന ദിവ്യ വിഭവങ്ങളോട് കൂടിയവളായിട്ട്, സ്വയം ലക്ഷ്യതേ, സാക്ഷാത്തായിട്ട് അവിടെ കാണപ്പെടുന്നു. വൈകുണ്ഠത്തിൽ എപ്പോഴും മഹാലക്ഷ്മി സ്ഥിരമാണ്. അപ്പം അങ്ങനെ കാണപ്പെടുന്നുവോ, തത് തേ പദം, അപ്രകാരമുള്ള അങ്ങയുടെ ആ പദം, അതായത് വൈകുണ്ഠലോകം, മേ ദേഹി, എനിക്ക് തന്നാലും, അതായത് ഭട്ടതിരിപ്പാടിന് വൈകുണ്ഠത്തിൽ എത്തണം, അത് എനിക്ക് തന്നാലും, അങ്ങനെയുള്ള ലോകം എനിക്ക് തന്നാലും ഭഗവാനെ എന്ന് പറയുന്നു. ഇവിടെ ഏതൊരു ലോകത്താണോ അനേകം ദിവ്യവധൂജനങ്ങളെ ചുറ്റപ്പെട്ട് മിന്നൽ കൊടിക്ക് തുല്യമായി വിശ്വത്തെ ഭ്രമിപ്പിച്ചിട്ട് അങ്ങനെയുള്ള ഹൃദ്യമായ ശരീരമാവുന്ന വള്ളിയുള്ളവളായിട്ട് ചുറ്റുമുള്ള ദിക്കുകളെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് ലക്ഷ്മി ദേവി അങ്ങയുടെ പാദങ്ങളിലെ സൗരഭ്യം മാത്രം, അതിൽ മാത്രം കൗതുകമുള്ള കാരണത്തോടുകൂടി വിസ്മയനീയമായ ദിവ്യ വിഭവങ്ങളൊക്കെ അവിടെ ദേവി ഉള്ളവിടെ എല്ലാം ഐശ്വര്യങ്ങളും ഉണ്ടാവും. അങ്ങനെ സാക്ഷാത്തായിട്ട് കാണപ്പെടുന്നുവോ ആ പദം നിന്തിരുവടി എനിക്ക് തരയണമേ എന്ന് പറയണം. അപ്പോൾ ലക്ഷ്മി ദേവി സാക്ഷാത്തായിട്ട് കാണപ്പെടുന്ന സ്ഥലമാണ് വൈകുണ്ഠം. ഭൂമിയിൽ ഉള്ള നമുക്ക് എന്തൊക്കെ ആകർഷകങ്ങളും സുന്ദരവും സമ്പന്നവും ആയിട്ട് എന്തെല്ലാം ഐശ്വര്യമായിട്ടുള്ള ഉണ്ടോ അതെല്ലാം ലക്ഷ്മി ദേവിയുടെ വിഭൂതികളാണ് എല്ലാം. പക്ഷെ ഭൂമിയിൽ ലക്ഷ്മി സ്ഥിരമല്ല, അസ്ഥിരയാണ്. ഒരു പൈസ ഒരിക്കലും ഒരാളുടെ അടുത്ത് എപ്പോഴും നിൽക്കില്ല എന്ന് പറയില്ലേ നമ്മൾ, അതേപോലെ ലക്ഷ്മി ദേവി ഒരിക്കലും തൻ്റെ ഭക്തൻ്റെ കൂടെ എപ്പോഴും നിൽക്കില്ല, അസ്ഥിരയാണ്. ഭൂമിയിൽ എല്ലാ കാലത്തും ആകർഷവും സുന്ദരവുമായി സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവോ വ്യക്തിയോ ഭൂമിയിലില്ല. ഒരു കാലത്ത് പണമായിരുന്നാൽ പിന്നെ അയാൾക്ക് എല്ലാം നശിച്ചു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ആ വ്യക്തികളും വസ്തുക്കളും കാലഘട്ടങ്ങളൊക്കെ ഐശ്വര്യപൂർണ്ണമാവും. അതൊക്കെ കുറച്ച് നേരത്തേക്ക് മാത്രം. പക്ഷേ വൈകുണ്ഠത്തിൽ എങ്ങനെയാണ് ലക്ഷ്മി എപ്പോഴും എല്ലാ തൻ്റെ വിഭൂതികളും കൊടുത്തുകൊണ്ട് എല്ലാം നന്നായി ഐശ്വര്യത്തോടെ എപ്പോഴും വൈകുണ്ഠത്തിലിരിക്കുന്നു. അപ്പം ദേവിയെ ഇവിടെ ആചാര്യൻ പറയുന്ന വാക്കുകൂടി നമുക്ക് ശ്രദ്ധിക്കണം. നാനാ ദിവ്യ വധൂജനെ അഭിവൃത എന്ന്, ദിവ്യസ്ത്രീകൾ, അനേകം ദിവ്യസ്ത്രീകൾ ദേവിയെ ചുറ്റി നിൽക്കുന്നു. അതായത് ദിവ്യസ്ത്രീകൾ പറഞ്ഞ എന്താണ്, സമൃദ്ധികൾ, എല്ലാ സമൃദ്ധിയും എന്ന്, അതാണ് വധൂജനങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ സമൃദ്ധിയും വൈകുണ്ഠത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ ദേവിയുടെ വിഭൂതികളായ ഈ ദേവിമാർ ദേവിയുടെ ഒരു വീക്ഷണം കൊണ്ട്, മഹാലക്ഷ്മിയുടെ ഒരു നോട്ടം കൊണ്ട് എവിടെയൊക്കെ പതിയുന്നോ അവിടെ എല്ലാം സമൃദ്ധി ഉണ്ടാകുന്നു എന്നർത്ഥം. ദേവിയാണെങ്കിലോ വിദ്യുല്ലതയ്ക്ക് തുല്യം എന്ന് പറഞ്ഞാൽ മിന്നൽ കൊടി പോലെ. ഒരു മിന്നൽ വന്നാൽ എങ്ങനെയാണ്, അപ്പം തന്നെ നല്ല പ്രകാശം വന്നാൽ അതങ്ങോട്ട് പോവില്ലേ, അതുപോലെയാണ്. അപ്പം അത് വിദ്യുല്ലത ക്ഷണഭങ്കുരമാണ്, ഒരു മിനിറ്റ് നേരത്തേക്കേ കാണുള്ളൂ. അങ്ങനെ മിന്നി തൊളിഞ്ഞ ഉടനെ മറിഞ്ഞു പോകുന്നു. അങ്ങനെയുള്ള സ്വഭാവമാണ് മിന്നലിൻ്റെ. പക്ഷെ ഭൂമിയിൽ വ്യാപരിക്കുമ്പോൾ ലക്ഷ്മി മിന്നലും പോലെ ചഞ്ചലയാണ്. പക്ഷെ വൈകുണ്ഠത്തിൽ മഹാലക്ഷ്മി ശാശ്വതമായി നിലകൊള്ളുന്നു എന്ന് പറയുന്നു. ഭൂമിയിലെ അനുഭവം ആധാരമാക്കി നോക്കുകയാണെങ്കിൽ ഭൂമിയിൽ എന്തൊക്കെ അധികാരം, ധനം, സൗന്ദര്യം, കീർത്തി, ജ്ഞാനം, ഓരോരുത്തർക്കും ഓരോ പാടാനുള്ള കഴിവ്, നൃത്തം എല്ലാം ദേവിയുടെ വിഭൂതികളാണ് കിട്ടുന്നത്. അങ്ങനെ ദേവിയുടെ വിഭൂതികൾ നമുക്ക് നിറഞ്ഞു കിട്ടുമ്പോൾ മനുഷ്യൻ എന്താവുന്നു, ആ ലക്ഷ്മി പ്രസാദം അനുഭവപ്പെടുമ്പോൾ അതിലേതെങ്കിലും ഒന്ന് നമുക്കൊരു മനുഷ്യനെ കിട്ടിയാൽ അവനെ മത്ത് പിടിപ്പിച്ച പോലെ പെരുമാറും. അഹങ്കാരം കൊണ്ട് പെരുമാറിപ്പോവും മനുഷ്യൻ. പണമുണ്ടെങ്കിലാണെങ്കിലും വേറെ എന്തെങ്കിലും കഴിവുകളുണ്ട്. അപ്പം അങ്ങനെ ആ വിവേചനം അവർക്ക് നഷ്ടപ്പെടും. അഹങ്കാരം കൊണ്ട് ധർമ്മചിന്ത മറക്കും, ഭഗവാനെ വിസ്മരിക്കും. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളിടത്ത് ദേവി ഒരിക്കലും നിൽക്കില്ല. ദേവി അധികം താമസിക്കാതെ അവരെ വിട്ടുപോകുന്നു. നമ്മൾക്ക് ദേവിയുടെ ഐശ്വര്യങ്ങളെല്ലാം ഒരുപാട് മനസ്സിൽ
വൈകുണ്ഠത്തിൽ ഭൂമിയിലെ കാര്യമാണ് പറഞ്ഞത്. വൈകുണ്ഠത്തിൽ എങ്ങനെയാണ് ദേവി സ്ഥിരമായിട്ട് നിൽക്കുന്നു, വൈകുണ്ഠത്തിൽ സ്ഥിരമായി വർത്തിക്കുന്നു. ഒരു പൂവിൻ്റെ സൗരഭ്യത്തിൽ ഭ്രമിച്ച് വണ്ട് അതിനെ ചുറ്റിപ്പറ്റി നിൽക്കണ പോലെ ഇവിടെ 2 താമരപ്പൂക്കളുണ്ട്, ഭഗവാന്റെ 2 പാദങ്ങൾ. ആ 2 പാദങ്ങളാകുന്ന താമരപ്പൂക്കളെ വിട്ടുപോകാൻ ലക്ഷ്മിക്ക് ആവില്ല അത്രേ. അപ്പം ലക്ഷ്മി ദേവി ഐശ്വര്യത്തിൻ്റെ ദേവത. ആ ദേവിയുടെ കടക്കൺ നോട്ടം കൊണ്ട് ലേശം പതിഞ്ഞാൽ പോലും അവിടെ സമ്പൂർണ്ണമാവും. വൈകുണ്ഠത്തിൽ സർവ്വസമൃദ്ധികളാലും പരിവൃതി ചുറ്റപ്പെട്ടവളായിട്ട് ഭഗവത് പാദങ്ങളെ ആശ്രയിക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാ ഐശ്വര്യവും എല്ലായ്പ്പോഴും ഉണ്ടാകുന്നു അർത്ഥം. അങ്ങനെയുള്ള വൈകുണ്ഠ പദം, ഭഗവാന്റെ ആ പാദത്തെയും അല്ലെങ്കിൽ പദത്തെയും വൈകുണ്ഠ പദത്തെയും എനിക്ക് തരേണമേ എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത്. ഭഗവാനെ മനസ്സിൽ കുടിയിരുത്തിയാൽ ഭഗവാന്റെ ആ പാദാംബുജമാകുന്ന ആ സൗരഭം കൊണ്ട് ലക്ഷ്മി ഹൃദയത്തിൽ സ്വയം സാക്ഷാത്കരിക്കപ്പെടും. അപ്പം നമുക്ക് ഭഗവാനെയും കിട്ടും, മഹാലക്ഷ്മിയും കിട്ടും. അവിടെ എത്തുന്ന ലക്ഷ്മി ദേവി സമൃദ്ധികളാകുന്ന തോഴിമാരാൽ പരിവൃതയാണ്. അപ്പോൾ ഹൃദയത്തിലുള്ളപ്പോൾ ദേവി നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്നു. അങ്ങനെയുള്ള ഭഗവാന്റെ ആ വൈകുണ്ഠത്തിൽ എന്നെ എത്തിക്കണമേ എന്നാണ് ഭട്ടതിരിപ്പാട് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഹരേ കൃഷ്ണ. എല്ലാവരും ക്ലാസ് നന്നായി ശ്രദ്ധിച്ച് കേട്ട് പഠിക്കണം എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ 7ഉം 8ഉം ശ്ലോകങ്ങൾ എടുക്കാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.